ഹലോ, ചിങ്ങപ്പുഴു എന്ന് പറയുന്ന ഒരു തരം പുഴുവാണ് ഇത്. നമ്മുടെ നാട്ടിൽ ധാരാളമായി കണ്ടുവരുന്നുണ്ട്. ഇത് നമ്മുടെ നനവ് തട്ടുന്ന തെങ്ങിൻ തടത്തിലാണ് ഇത് കൂടുതൽ കണ്ടുവരാറുള്ളത്. ചൈനക്കാർ ഈ ചിങ്ങപ്പുഴുവിനെ നല്ലവണ്ണം ഭക്ഷിക്കാറുണ്ട്. കാരണം അത്രക്കും ടേസ്റ്റാണ്. നമ്മുടെ ചാണകത്തിലാണ് ഇത് കൂടുതൽ ഉണ്ടാകാറ്. നമുക്ക് ഈ ചിങ്ങപ്പുഴുവിനെ നമുക്ക് കൃത്രിമമായി ഉണ്ടാക്കാം. ഉണങ്ങിയ ചാണകം ചാക്കിൽ എടുത്തിട്ട് ഈ ചാക്കിൽ ഹോൾസ് ഇടുക. കാരണം അതിന് വായു സഞ്ചരിക്കാൻ വേണ്ടി അങ്ങനെ ഹോൾസ് ഇട്ടിട്ട് ഒരു ഈർപ്പം തട്ടുന്ന രീതിയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് വെച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ചിങ്ങപ്പുഴു വരും. അല്ലെങ്കിൽ നിങ്ങൾ ചിങ്ങപ്പുഴുവിനെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൽ വളരും. ഇതാണ് ഇതിൻ്റെ രൂപം. വെള്ള കളറാണ്, നല്ല വലിപ്പം ഉണ്ടാകും. ഇത് ചൂണ്ടയിട്ടിട്ട് നമുക്ക് മീനെ പിടിക്കാം. മീൻ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വലിയ കൊക്കയും അതുപോലെ തന്നെ വലിയ ഈർപ്പയും നല്ല സ്ട്രോങ്ങുള്ള ഈർപ്പയും ആവണം. കാരണം അത് വലിയ മീനാണ് ഇത് കൊത്താറ്. അത്രക്കും മീനുകൾക്ക് അത്രക്കും ഭയങ്കരമാണ് ഈ ചിങ്ങപ്പുഴുവിനെ അതുകൊണ്ട് ഇത് പെട്ടെന്ന് സഞ്ചരിക്കില്ല, വളരെ പതുക്കെയാണ് പോകാറ്. അങ്ങനെ പെട്ടെന്ന് സഞ്ചരിക്കാത്ത ഒരു പുഴുവാണിത്. വെള്ള കളറാണ്. അതുകൊണ്ട് ചൈനക്കാർ ഇത് വൻതോതിൽ ഉണ്ടാക്കാറുണ്ട്. കാരണം അവരിത് ഭക്ഷിക്കുന്നു. അവിടെ അത്രക്കും നല്ല വിറ്റാമിൻസ് ആണ് ഈ ചിങ്ങപ്പുഴു. പക്ഷേ ഇന്ത്യക്കാർ ഭക്ഷിക്കുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഒരു രൂപം. മണ്ണിലാണ് കാണാറ്. പച്ച ചാണകത്തിൽ ഉണ്ടാവുകയില്ല, ഒരു ഉണങ്ങിയ ചാണകത്തിൽ അത് ഉണ്ടാവാറ്. അതുകൊണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു. ചിങ്ങപ്പുഴു പതുക്കെയാണ് പോകാറ്. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം.